ശിവദാസൻ നോക്കൂ, ഇത് ഒരു പ്രത്യേക സാഹചര്യമാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ദിവസം സീതാറാം യെച്ചൂരിയും ഒക്കെയാണ് മനു അഭിഷേക് സിംഗ്വിയും ഒക്കെയാണ് KC വേണുഗോപാലും ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്ന് കരുതാമോ? മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനെയൊക്കെ ഇന്ന് കേന്ദ്ര സർക്കാർ ഭയക്കുന്നുണ്ടോ? മാർഗനിർദ്ദേശം ഉണ്ടെങ്കിൽ ഒരു കോഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അറസ്റ്റ് ചെയ്യുന്നവരുടെ പേരെഴുതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കണമെന്നാണോ? കൊടുത്തോളാം. ഇവിടെ BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികളുടെ ചർച്ച കഴിഞ്ഞ പിന്നിട്ട 15 മിനിറ്റിലധികമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടു കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിൽ പറ്റിയിട്ടുള്ള കള്ളപ്പണത്തെക്കുറിച്ചൊക്കെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. KC വേണുഗോപാലും സമാനമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കള്ളപ്പണം പങ്കുപറ്റിയിട്ടുള്ള രണ്ട് പാർട്ടികളുടെ പ്രതിനിധികളാണ് BJPയും കോൺഗ്രസും എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള വസ്തുതയാണ്. ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള ചർച്ചയിൽ നമ്മൾ മറന്നു പോകാതിരിക്കേണ്ടുന്ന കാര്യം, രാഹുൽ ഗാന്ധിക്ക് പണമില്ല, വണ്ടിക്കൂലിക്ക് പോലും പൈസയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സന്ദർഭത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ അളിയന് വലിയ ബന്ധമുള്ള ആ DLF കമ്പനിക്കാരൻ 170 കോടി രൂപ BJPക്ക് കൊടുത്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധി പണമില്ലെന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ DLF 170 കോടി രൂപ BJPക്ക് സംഭാവനയായി കൊടുക്കുകയാണ്. വി മുരളീധരൻ ആറ്റിങ്ങലിൽ അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് DLFകാരൻ കൊടുത്തിട്ടുള്ള 170 കോടിയിലാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വയനാട്ടിൽ K സുരേന്ദ്രൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത് DLF കൊടുത്തിട്ടുള്ള 170 കോടിയിലാണ്. അത് രാഹുൽ ഗാന്ധിയുടെ അളിയൻ്റെ കൂടി DLFും വാദ്രയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഡോക്ടർ വിശ്വദാസൻ? അതുകൂടി വിശദീകരിച്ചു. DLFും വാദ്രയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ല. ആ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഹരിയാന സർക്കാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. 3 ഏക്കർ ഭൂമി വാങ്ങിയതും ആ ഭൂമി ഉയർന്ന നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് ഹരിയാന സർക്കാർ പറഞ്ഞു കഴിഞ്ഞു. അതിന് മുകളിൽ അത് ആ പറഞ്ഞു കഴിയുന്നതിൻ്റെ ആ സമയം തന്നെ നോക്കുക. 2018-19 നവംബർ മാസം 22 മുതൽ 170 കോടി രൂപ കൊടുക്കുകയാണ്. എപ്പോഴാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും എപ്പോഴാണ് ഈ കേസിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ലയെന്ന് അവിടെ സർക്കാർ പറഞ്ഞിട്ടുള്ളതെന്നുള്ളതിൻ്റെ ആ കാലം എടുത്തു നോക്കുക. എന്ന് പറഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നീടുള്ള വർഷങ്ങളിൽ സംഭാവന വന്നുകൊണ്ടിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ടിലേക്ക്. ആ ഇലക്ട്രൽ ബോണ്ടിൻ്റെ സംഭാവനയുടെ തുടർച്ചയിൽ വളരെ കൃത്യമായി എല്ലാം നല്ല നിലയിലാണ് എന്ന് പറയുകയും ചെയ്യുന്നു. BJPയുടെ രാഷ്ട്രീയം തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. പിന്നെ DLFും വാദ്രയുടെ കമ്പനിയും തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചർ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നെ പത്രങ്ങളൊക്കെയും നേരിട്ട് നിരവധി തവണ DLFനെ കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ വാർത്തകളിൽ സുവ്യക്തമായി നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് വെച്ചാൽ ഖനി കമ്പനിക്കാരുടെ, ലോട്ടറി മാഫിയയുടെ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലുള്ള ആളുകളുടെ പണം ഇലക്ട്രൽ ബോണ്ടിലൂടെ സമാഹരിച്ച് അവർക്കെല്ലാം വഴിവിട്ട നിലയിൽ സഹായം ചെയ്തു കൊടുക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതെങ്കിൽ, KC വേണുഗോപാൽ ഉദ്ദേശിച്ചതെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പങ്ക് പറ്റിയിട്ടുള്ള രണ്ട് പാർട്ടികൾ ആണ് കോൺഗ്രസും BJPയും എന്നുള്ളത് പറയാതെ വയ്യ. പിന്നെ BJP കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. BJPയുടെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ദുരുപയോഗിച്ചുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഇലക്ട്രൽ ബോണ്ടിൻ്റെ മുകളിലെ ചർച്ച മറച്ചു വെക്കണമായിരുന്നു. അവർക്ക് അഴിമതി, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി, അത് ഹിൻഡൻബർഗ് അഴിമതിയാവട്ടെ മറ്റു പല അഴിമതികളാവട്ടെ, അതിനെയൊക്കെ മറച്ചു വെക്കണമായിരുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അഴിമതി ഉൾപ്പെടെയുള്ള പലതും മറച്ചു വെക്കണമായിരുന്നു. ആ മറച്ചു വെക്കാനുള്ള ഒരു ഉപായമായി അവർ കേജ്രിവാളിൻ്റെ അറസ്റ്റിനെ കാണുകയാണ്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ എടുത്തിട്ടുള്ള നിലപാടുകൾ മറ്റൊരു കാര്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. കോൺഗ്രസ് ഇരട്ടത്താപ്പുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി തുടക്കം മുതൽ തന്നെ കേജ്രിവാളിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു സമീപനം എടുക്കുകയുണ്ടായി. സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരൊരു വാക്ക് പോലും വേണ്ടിയില്ല. അതുപോലെ ആ ഡൽഹിയിൽ മന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. സഞ്ജയ് സിംഗിന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ എന്താ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട്? ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരാൾക്ക് പാർലമെൻറ്റിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ പോലും
പ്രതിപക്ഷ പാർട്ടി എടുത്തിട്ടുള്ള സമീപനത്തിന്റെ ആ വൈരുദ്ധ്യം, നേതാക്കന്മാരിൽ പലരും എടുത്തിട്ടുള്ള സമീപനത്തിന്റെ വൈരുദ്ധ്യം നോക്ക് നമ്മൾ ഇവിടെ ഓർമ്മിക്കേണ്ടുന്ന ഡോക്ടർ വി കാര്യം. ശിവദാസൻ അതുകൊണ്ട് എൻ്റെ ചോദ്യം ഞാൻ തുടക്കം പറയുന്നത് മുതൽ ഒരൊറ്റ കോൺഗ്രസ്, കാര്യം മാത്രമേ ED, ഉള്ളൂ. നിലവില് ശരിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ ഈ ഏജൻസികളൊക്കെ തന്നെയും ഏജൻസികളെ ഒന്നും സർക്കാർ അങ്ങ് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. പല ഘട്ടങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. എന്നാലും ഇത് അല്പം കടുപ്പമാണപ്പ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്ത് പോകും വഴിയാണുള്ളത്? സി പി എം ഇതിലെ ഹർജിക്കാരൻ എന്നുള്ള നിലയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് SBIക്കെതിരെ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞിരുന്നു. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആ ഘട്ടത്തിൽ ഫയൽ ചെയ്തപ്പോൾ സുപ്രീം കോടതി ഈ കാര്യം കംപ്ലൈ ചെയ്തില്ല എങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുമായി മുന്നോട്ട് പോകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സുപ്രീം കോടതി അല്ലല്ലോ അക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, ഹർജിക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. അതിനകത്ത് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുമായിട്ട് മുന്നോട്ട് പോകാൻ. ഓരോ ഏജൻസികളും ചെയ്യുന്ന കാര്യങ്ങളെ അതത് ഘട്ടത്തിൽ എതിർക്കുക, അതത് ഘട്ടത്തിൽ അതിന് തിരുത്തൽ വരുത്തുക എന്നുള്ളത് ഈ പറയുന്ന ഹർജിക്കാരുടെ ഉത്തരവാദിത്തമാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഡോക്ടർ വി ശിവദാസൻ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIM ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ഞാൻ ആവർത്തിക്കേണ്ടുന്ന കാര്യമില്ല. ഇലക്ട്രൽ ബോണ്ട് പൈസ വാങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിലൂടെ ഒരു വലിയ ഒരു സന്ദേശം രാജ്യത്തിലെ ജനങ്ങൾക്ക് CPIM നൽകുകയായിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിലായാലും CBI ഡയറക്ടറെ നിയമിക്കുന്ന ബില്ല് വന്ന സന്ദർഭത്തിലായാലും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് CPIM കൈക്കൊണ്ടു. അത് രാജ്യത്തെ ഭരണഘടനയോടുള്ള, രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷനെ ഞങ്ങൾ സമീപിക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് ജനാധിപത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അവർ നീതിയുക്തമായി പ്രവർത്തിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ആ പ്രതീക്ഷ നിലനിൽക്കെ തന്നെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള നിയമനിർമ്മാണ പ്രക്രിയയിൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞു. അത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ ആ നിയമിക്കുന്ന സമിതിയിൽ നിന്ന് മാറ്റിയിട്ട് പ്രധാനമന്ത്രിയും മറ്റൊരു മന്ത്രിയും എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചപ്പോൾ, പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു മന്ത്രിയുമെന്ന് BJP ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കപ്പെടുന്നത് സുതാര്യമല്ലാത്തൊരു മാർഗത്തിലൂടെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വഭാവം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ നിരീക്ഷിക്കും. Debate with MV Nikesh Kumar.